ബൈകൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ബികോം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന പേപ്പറാണ്. ആ പേപ്പറിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂള് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന മൊഡ്യൂൾ തന്നെയാണ്. അതിനകത്ത് വളരെ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. ജസ്റ്റ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിങ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളെന്ന് നമുക്ക് പറയാം. അതിൽ എൻവയോൺമെൻറ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആസ് യു ഓൾ നോ, എൻവയോൺമെൻറ്റ് മീൻസ് അവർ സറൗണ്ടിങ് വിച്ച് റെഫേഴ്സ് ടു ദി ബയോസ്ഫിയർ. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സറൗണ്ടിങ്, അതായത് ബയോസ്ഫിയർ എന്നറിയപ്പെടുന്ന നമ്മുടെ ആ ഒരു സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദ ബയോസ്ഫിയർ ഈസ് കൺസിഡേർഡ് ആസ് എ തിൻ ഷെൽ ഓഫ് മെനി 100 കിലോമീറ്റേഴ്സ് ഓഫ് റേഡിയസ് ദാറ്റ് എൻകാപ്സുലേറ്റ്സ് ദ എർത്ത്. എർത്തിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എർത്തിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു മെനി 100 കിലോമീറ്റേഴ്സ് ഓഫ് റേഡിയസിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിൻ ഷെല്ലിനെയാണ് നമ്മൾ ബയോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓൾ ഫോംസ് ഓഫ് ലൈഫ്, ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് ഇവോൾവ് ആൻഡ് എക്സിസ്റ്റ് വിത്തിൻ ദി ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ലിവിങ് ഓർഗാനിസംസിൻ്റെയും നോൺ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഇവോൾവ്മെൻറ്റും എക്സിസ്റ്റൻസും എല്ലാം കൂടെ ചേരുന്നത്, അതായത് ഓൾ ഫോംസ് ഓഫ് ലൈഫിൻ്റെ ഇവോൾവ്മെൻറ്റ് ആൻഡ് എക്സിസ്റ്റൻസ് ആണ് ബയോസ്ഫിയറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ദ ലൈഫ് അബ്സ്റ്റൈനിങ് റിസോഴ്സസ് സച്ച് ആസ് എയർ, വാട്ടർ, ഫുഡ് etc. are recycled within the biosphere. Waste products are also cycled through the biosphere. അപ്പം നമ്മൾ ഈ പറയുന്ന, അതായത് ലൈഫ് സബ്സ്റ്റൈനിങ് റിസോഴ്സ്, അതായത് ലൈഫിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് ആയിട്ടുള്ള എയർ, വാട്ടർ, ഫുഡ്, അതുപോലെയുള്ള എല്ലാ റിസോഴ്സസും ഈ ബയോസ്ഫിയറിൽ വെച്ചിട്ടാണ് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എയർ ഒരു ഓർഗാനിസത്തിൽ നിന്നും അടുത്ത ഓർഗാനിസത്തിൽ എത്തുന്നു, അതുപോലെ തന്നെ വാട്ടർ എത്തുന്നു, ഫുഡ് എത്തുന്നു. അതിനെ ആ ഒരു ഓർഗാനിസത്തിനെ ചിലപ്പോൾ ആ ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ഫുഡായിട്ട് മാറും. അപ്പോൾ അതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഓർഗാനിസത്തിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക്, അങ്ങനെ ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ് അല്ലെങ്കിൽ റീസൈക്ലിംഗ് പ്രോസസ്സാണ് ബയോസ്ഫിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈഫ് സബ്സ്റ്റൈനിങ് റിസോഴ്സസിനെ പോലെ തന്നെ ഈ നമ്മുടെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ബയോസ്ഫിയറിൽ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റ് പ്രോഡക്ട്സും ഇതുപോലെ തന്നെ സൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. Definition of environment. According to the definitional dictionary of geography, environment is the sum total of all the surrounding conditions that envelop an organism or community or an object. അതായത് ഡെഫിനിഷണൽ ഡിക്ഷണറി ഓഫ് ജോഗ്രഫി പ്രകാരമുള്ള ഡെഫിനിഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എ സം ടോട്ടൽ ഓഫ് ഓൾ സറൗണ്ടിങ് കണ്ടീഷൻസ്. അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു സറൗണ്ടിങ്ങിൽ, അതായത് ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ആയിക്കോട്ടെ, അതിനെ എൻവലപ്പ് ചെയ്യുന്ന എല്ലാ സറൗണ്ടിങ് കണ്ടീഷൻസിൻ്റെയും കൂടെ ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ദ ഫോളോയിങ് ഓർഗാനിസംസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എൻവയോൺമെൻറ്റിൽ ലിവിങ് ഓർഗാനിസംസും വരുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ ലിവിങ് ഓർഗാനിസംസും വരുന്നുണ്ടെന്ന്. നോൺ ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ അബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ലിവിങ്ങിനെയാണ് ബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അബയോട്ടിക് എൻവയോൺമെൻറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എയർ, വാട്ടർ, സോയിൽ അതുപോലെയൊക്കെ ഉള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ അബയോട്ടിക് എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ മാൻകൈൻഡ്, അതായത് ഒബ്വിയസ്ലി ഹ്യൂമൻ ബീങ്സ്, അതുപോലെ തന്നെ ബേർഡ്സ്, ആനിമൽസ്, അതായത് ലിവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനുള്ള, ചലിക്കാൻ ശേഷിയുള്ള അങ്ങനെയുള്ള ഏതൊരു, അതായത് എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു ലിവിങ് സബ്സ്റ്റൻസസിനെയും നമുക്ക് ബയോട്ടിക് എൻവയോൺമെൻറ്റിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. All these constituents of environment are referred to as environmental factors or ecological factors. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കോൺസ്റ്റുവൻസും, അതായത് ബയോട്ടിക്
എൻവയോൺമെൻ്റ് ഉണ്ട്, നോൺ ബയോട്ടിക് എൻവയോൺമെൻ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും എൻവയോൺമെൻറ്റ്, അതായത് എൻവയോൺമെൻറ്റിൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും റെഫർ ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഫാക്ടർ, അതായത് എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ എല്ലാം കൺസിഡർ ചെയ്യുന്നത്. An environmental factor is defined as an ecological condition which directly or indirectly affects the growth and development and life of an organism. അതായത് ഈ എൻവയോൺമെൻറ്റിലുള്ള ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും അതിൻ്റെ ഹോൾ ലൈഫിനെയും ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന എല്ലാ എക്കോളജിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഏതൊരു എക്കോളജിക്കൽ കണ്ടീഷനെയും നമുക്ക് എൻവയോൺമെൻറ്റൽ ഫാക്ടർ എന്ന് പറയാൻ സാധിക്കും. Environment is made up of 3 segments, namely atmosphere, hydrosphere and lithosphere. First of all, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്. Atmosphere is a blanket of suspended liquids, solids and gases that envelop the earth. It extends beyond the earth's surface to many hundred kilometers. എർത്തിനെ എൻവലപ്പ് ചെയ്യുന്ന, അതായത് എർത്തിനെ കവർ ചെയ്യുന്ന, എർത്തിൻ്റെ സർഫേസിൽ നിന്നും മെനി 100 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബ്ലാങ്കറ്റ് ഓഫ് സസ്പെൻഡഡ് ലിക്വിഡ്സ്, സോളിഡ്സ് ആൻഡ് ഗ്യാസസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയൊക്കെ ഒരു ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റിൻ്റെ ഒരു ലെയറാണ്. The presence of life on earth is attributed to atmosphere, which is a prime source of the following matters. അതായത് എർത്തിലെ ലൈഫിൻ്റെ പ്രസൻസ് മെയിനായിട്ട് അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. അത് ഈ അറ്റ്മോസ്ഫിയറാണ് ഒരുപാട് മാറ്റേഴ്സിൻ്റെ പ്രൈം സോഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ മാറ്റേഴ്സ്? അതിനകത്ത് ഇനി പറയാൻ പോകുന്ന എല്ലാ മാറ്റേഴ്സും അറ്റ്മോസ്ഫിയറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറാണ് ഈ മാറ്റേഴ്സിൻ്റെ എല്ലാം പ്രൈം സോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്സിജൻ. അനിമൽ ലൈഫിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഓക്സിജൻ. ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ് ലൈഫിൻ്റെ, അതായത് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും അടങ്ങിയിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. സ്നോഫോള്, റെയിൻ, വിൻഡ്, അങ്ങനെയുള്ള എല്ലാ ഫങ്ഷനിങ്സും നടക്കുന്നതും അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ്. ക്ലൗഡ്സും വെതറും ക്ലൈമറ്റും എല്ലാം ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ വെതർ ചേഞ്ചസ് ഉണ്ടാകുന്നത്, ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നത്, അതിൻ്റെ ക്ലൗഡ്സിൻ്റെയൊക്കെ ഫോർമേഷൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ്. Atmosphere comprises many gases and water vapor, which is called air. Many main gases in lower atmosphere near the Earth's surface are nitrogen, oxygen, carbon dioxide, argon, etc. അപ്പോൾ അറ്റ്മോസ്ഫിയറിലാണ് പലതരത്തിലുള്ള ഗ്യാസസും വാട്ടർ വേപ്പറും എല്ലാം കംപ്രൈസ് ചെയ്ത്, അതിനെയാണ് നമ്മൾ എയർ എന്ന് പറയുന്നത്. ഈ ഗ്യാസസിനെയും വാട്ടർ വേപ്പറിനെയും കംപ്രൈസ് ചെയ്ത് ഉണ്ടാവുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ എയർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ തന്നെ ലോവർ പാർട്ടിൽ, അതായത് എർത്ത് സർഫേസിന് ഏറ്റവും നിയറർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ അറ്റ്മോസ്ഫിയറിലാണ് മെയിൻ ഗ്യാസസ് ആയിട്ടുള്ള നൈട്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ആർഗണും എല്ലാം അതുപോലെ ഒരുപാട് ഗ്യാസസ് അടങ്ങിയിട്ടുള്ളത് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. ഇനി അടുത്തത് പറയുന്നത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന് തന്നെ സ്ട്രക്ചറുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് എൻവയോൺമെൻറ്റിൻ്റെ ലെയേഴ്സാണ്. എൻവയോൺമെൻറ്റൽ ലെയേഴ്സിൽ നമ്മൾ ആദ്യത്തെ അറ്റ്മോസ്ഫിയർ എടുത്തു. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഹാസ് 5 different layers that are determined by the changes in temperature that happen with increasing altitude. നമ്മളിപ്പോൾ പറയുന്ന അറ്റ്മോസ്ഫിയറിന് മെയിനായിട്ട് 5 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആ ലെയേഴ്സിനെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച്, അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരും. ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് വെച്ചിട്ടാണ് ഓരോ ലെയറിനെയും ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രോപ്പോസ്ഫിയർ. Troposphere extends up to an average altitude of 11 kilometers from the Earth's surface. This is the densest area which contains about 75% of the total atmospheric mass.
formation of clouds, storms, etc. occur in this region. The base of this layer is warmer than its top because the air is heated by the surface of the earth. ട്രോപ്പോസ്ഫിയർ എർത്തിൻ്റെ സർഫേസിൽ നിന്നും ഒരു ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഏകദേശം ഒരു 11 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഫസ്റ്റ് ലെയറിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലെയറാണ് ഏറ്റവും ഡെൻസസ്റ്റ്, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയറിക് മാസിൻ്റെ ഒരു മെജോറിറ്റി പോർഷനും അടങ്ങിയിട്ടുള്ളത് ഈ ഒരു ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രോപ്പോസ്ഫിയറാണ് ഏറ്റവും ഡെൻസസ്റ്റ് ഏരിയ എന്നറിയപ്പെടുന്നത്. അറ്റ്മോസ്ഫിയറിക് മാസിൻ്റെ ഏകദേശം ഒരു 75%, ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് മാസിൻ്റെ 75%ഉം ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ക്ലൗഡും സ്റ്റോംസും അതുപോലെ തന്നെ എല്ലാം ഫോം ചെയ്യുന്നതും ഈ ഒരു റീജിയനിലാണ്. അതുപോലെ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ബേസ് ലെയർ, അതായത് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെയർ എപ്പോഴും വാമറായിരിക്കും. അതായത് 11 കിലോമീറ്റേഴ്സ് വരെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ 11 കിലോമീറ്റേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഏരിയാസ് എല്ലാം ടോപ്പ് ഏരിയാസിനെയും കാട്ടിയും കൂടുതൽ വാമറായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫേസുമായിട്ട് നിയറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എർത്തിൻ്റെ സർഫേസ്, ബിക്കോസ് എയർ ഈസ് ഹീറ്റഡ് ബൈ ആ ഒരു ലോവർ പാർട്ടിലെ എയർ എർത്തിൻ്റെ സർഫേസിലൂടെ ഹീറ്റ് ചെയ്യപ്പെടും. എർത്തിൻ്റെ സർഫേസിലെ പ്രോസസ്സിങ് കാരണം ഹീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയറിൻ്റെ ബേസ് ലെവൽ കൂടുതൽ വാമറായിരിക്കും ടോപ്പ് ലെവലിനെയും കാട്ടി. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്ന നെക്സ്റ്റ് ലെയർ ആണ്. Stratosphere lies above the troposphere and extends up to an average altitude of 50 kilometers. The main activity in this zone is absorption of ultraviolet radiation by ozone. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട്, അതായത് 11 കിലോമീറ്റേഴ്സ് വരെ ട്രോപ്പോസ്ഫിയർ ആണ്. 11 തൊട്ട് ഒരു 50 കിലോമീറ്റേഴ്സ് വരെ സ്ട്രാറ്റോസ്ഫിയർ ആയിരിക്കും. ഓൾട്ടിറ്റ്യൂഡ് ഒരു അപ് ടു ഒരു 50 ഒരു ആവറേജ് ഓൾട്ടിറ്റ്യൂഡാണ് പറയുന്നത്. ഒരു 50 കിലോമീറ്റേഴ്സ് വരെ സ്ട്രാറ്റോസ്ഫിയർ ആയിരിക്കും. ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ബൈ ഓസോൺ. ഓസോൺ ആണ് ഈ ഒരു ലെയറിലെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഓസോണാണ്. അടുത്ത പറയുന്ന മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് അപ് ടു ആൻ ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 87 kilometers above the stratosphere. The main activity in this region is burning of meteorites and their integration. As the mesosphere extends upward above the stratosphere, temperature decreases. The coldest parts of the atmosphere are located in this layer, which even goes up to minus 90 degrees Celsius. മീസോസ്ഫിയർ എന്ന് പറയുന്ന തേർഡ് ലെയർ ആണ്. അപ്പം മീസോസ്ഫിയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ തേർഡ് ലെയറാണ്. സ്ട്രാറ്റോസ്ഫിയർ, അതായത് 50 കിലോമീറ്റേഴ്സ് വരെ സ്ട്രാറ്റോസ്ഫിയർ ആയിരിക്കും. അതിന് മുകളിലോട്ട് ഒരു 87 കിലോമീറ്റേഴ്സ് വരെ മീസോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ദ മെയിൻ ആക്ടിവിറ്റി, മീസോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു റീജിയണിൽ അല്ലെങ്കിൽ ആ ഒരു ലെയറിലെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മീറ്റിയോറൈറ്റ്സിൻ്റെ ബേണിംഗ് ആണ്. അതായത് മീറ്റിയോറൈറ്റ്സ്, അതായത് ഉൽക്കകൾ, സ്പേസിൽ നിന്ന് വരുന്ന ഉൽക്കകളെ ബേൺ ചെയ്ത് അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, അതായത് അതിനെ ബ്രേക്ക് ചെയ്യുക, ഭൂമിയിലേക്ക് എത്തുന്നതിൽ നിന്ന് അതിനെ തടഞ്ഞ് അതിനെ ബേൺ ചെയ്ത് കളയുന്നതാണ് ഈ ഒരു ലെയറിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അതുപോലെ തന്നെ മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് മീസോസ്ഫിയറിൻ്റെ ഒരു ടോപ്പ്, മീസോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് അപ്വേർഡ് അബവ് ദ സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് തന്നെ മീസോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ആയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും കോൾഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെയറാണ്. ഏറ്റവും കോൾഡസ്റ്റ് പാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതും ഈ ഒരു ലെയറിലാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം ഒരു -90 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. അത്രയും കോൾഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് മീസോസ്ഫിയർ. അടുത്തത് തെർമോസ്ഫിയർ ആണ്. Thermosphere extends up to an average altitude of 500 kilometers above the mesosphere. The main activity in this region is the high kinetic energy of gas molecules. The thermosphere is very sensitive to solar activity and can heat up to 1500 degrees Celsius or higher. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഫോർത്ത് ലെയർ ആണ്.
അതിനെക്കുറിച്ച് പറയുമ്പോൾ മീസോസ്ഫിയറിന് മുകളിലായിട്ട്, മീസോസ്ഫിയർ ഒരു ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 87 കിലോമീറ്റേഴ്സ് വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു 500 കിലോമീറ്റേഴ്സ്, ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഒരു 500 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ 4th ലെയറാണ് തെർമോസ്ഫിയർ. ഈ ഒരു ലെയറിൽ നടക്കുന്ന മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, മെയിൻ ആക്ടിവിറ്റി ഇൻ ദിസ് റീജിയൻ എന്ന് നമ്മൾ പറയുന്നത് ഹൈ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ഹൈ കൈനറ്റിക് എനർജിയാണ് ഈ ഒരു റീജിയനിൽ നടക്കുന്ന മെയിൻ ആക്ടിവിറ്റി. ദ തെർമോസ്ഫിയർ ഈസ് വെരി സെൻസിറ്റീവ് ടു സോളാർ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു മീസോസ്ഫിയർ കോൾഡസ്റ്റ് പാർട്ടാണെന്ന് പറഞ്ഞെങ്കിൽ തെർമോസ്ഫിയർ വൺ ഓഫ് ദി സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു വളരെ വാമറായിട്ടുള്ള പാർട്ടാണെന്ന് പറയും. കാരണം സോളാർ ആക്ടിവിറ്റിക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലെയറാണ് തെർമോസ്ഫിയർ. ഇവിടുത്തെ ഹീറ്റ് ഒരു 1500 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിന് മുകളിൽ വരെ പോകാറുണ്ട്. മുകളിൽ വരെ പോകാനുള്ള ഒരു ചാൻസ് ഉള്ള ലെയറാണ് തെർമോസ്ഫിയർ. ലാസ്റ്റ് എക്സോസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വെയർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എസ്കേപ്പ് ഇൻ ടു സ്പേസ്. ആറ്റംസ്, അതായത് അറ്റ്മോസ്ഫിയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആറ്റംസും മോളിക്യൂൾസും എല്ലാം സ്പേസിലേക്ക്, ഔട്ടർ സ്പേസിലേക്ക് എസ്കേപ്പ് ആവുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അപ്പർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അറ്റ്മോസ്ഫിയറിൻ്റെ 5 ലെയേഴ്സ് ഇവിടെ തീരുകയാണ്. ഇനി എൻവയോൺമെൻറ്റിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഫറെൻറ്റ് ലെയേഴ്സ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ അത് കഴിഞ്ഞു. അതിൻ്റെ അടുത്തതാണ് ഹൈഡ്രോസ്ഫിയർ. ദി സെഗ്മെൻറ്റ് ഓഫ് അവർ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രോ, ദാറ്റ് ഈസ് വാട്ടർ റിലേറ്റഡ് റീജിയൻസ് സച്ച് എസ് റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ്, റിസർവോയേഴ്സ്, സീസ്, oceans, glaciers, polar ice, etc. About 97% of water is in ocean and seas. About 2% is locked in glaciers and polar ice, and the rest 1% in lakes, streams, rivers, etc. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെൻറ്റിൻ്റെ ഹൈഡ്രോ പാർട്ട്, അതായത് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിനെ നമ്മൾ പറയുന്ന ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ വാട്ടർ റിലേറ്റഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് റിവേഴ്സ് ആവാം, സ്ട്രീംസ് ആവാം, ലേക്സ് ആവാം, റിസർവോയേഴ്സ് ആവാം, അങ്ങനെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലേസിയേഴ്സ് ആവാം, പോളാർ ഐസ് ആവാം, അങ്ങനെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു റീജിയനെ നമുക്ക് ഹൈഡ്രോസ്ഫിയറിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പറയാം. അപ്പം നമ്മുടെ ഗ്ലോബൽ ലെവലിലുള്ള ടോട്ടൽ ഏരിയ, ടോട്ടൽ വാട്ടർ ലെവലിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ വാട്ടർ ക്വാണ്ടിറ്റിയുടെ 97% ഓഷൻ വാട്ടറായിട്ടും സീ വാട്ടറായിട്ടുമാണ് കാണപ്പെടുന്നത്. അതിലൊരു 2% ഓഫ് വാട്ടർ അല്ലെങ്കിൽ 2% ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഗ്ലേസിയേഴ്സിലും പോളാർ ഐസിലും ലോക്ക്ഡാണ്. അതിന് പുറമേ ഉള്ള 1% മാത്രമേ ഉള്ളൂ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ലേക്സിലും സ്ട്രീംസിലും റിവേഴ്സിലും ഒക്കെ കാണപ്പെടുന്നുള്ളൂ. The sea or ocean water is salty and is not useful for human consumption. Effectively, only less than 1% water is available as fresh water which is suitable for human consumption. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഓഷൻ വാട്ടറും അല്ലെങ്കിൽ സീ വാട്ടറൊക്കെ വളരെ സോൾട്ടിയാണ്. അത് നമ്മുടെ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ നീഡ്സിന് ഒരിക്കലും ആ വാട്ടർ നമുക്ക് യൂസബിൾ അല്ല. സോ നമ്മൾ ഇഫക്റ്റീവ്ലി പറയുകയാണെങ്കിൽ ഒരു ലെസ് ദാൻ 1% ഓഫ് വാട്ടർ, ടോട്ടൽ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഒരു ലെസ് ദാൻ 1% മാത്രമേ നമുക്ക് ഹ്യൂമൻ കൺസംഷന് സ്യൂട്ടബിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് പറയുന്നത് എൻവയോൺമെൻറ്റിൻ്റെ 3rd ലെയർ അല്ലെങ്കിൽ 3rd കാറ്റഗറി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ലിത്തോസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് ദ ടോപ്പ് ക്രസ്റ്റ് ഓഫ് ദി എർത്ത്. ദ ഓഷ്യൻ ബേസിൻ ആൻഡ് കോണ്ടിനെൻറ്റ്സ് ലേ ഓൺ ഇറ്റ്. The crust thickness varies widely, being thickest in continental regions about 40 km and thinnest in the ocean basins about 10 to 12 km. അപ്പം ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്രസ്റ്റിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്, ആ ഒരു ടോപ്പ് ലെയറിനെ. അവിടെ മെയിനായിട്ട് കാണപ്പെടുന്നത് ഓഷ്യൻ ബേസിൻസും അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്സ്, അതായത് വാട്ടർ റിലേറ്റഡ് ഏരിയാസ്. ഓഷ്യൻ എന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന റീജിയൻസും അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്സും, അതായത് വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, കോണ്ടിനെൻറ്റ്സ്. അതിന് ആ ഒരു 2 ടൈപ്സ് ഓഫ് റീജിയൻസ് ആണ് ഈ ഒരു ലിത്തോസ്ഫിയറിൽ
ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദ ക്രസ്റ്റ് തിക്നെസ് വേരീസ് വൈഡ്ലി ബീങ് തിക്കസ്റ്റ് ഇൻ കോണ്ടിനെൻ്റൽ റീജിയൻസ്. കോണ്ടിനെൻ്റൽ റീജിയൻസിൽ വരുമ്പോൾ ഈ ക്രസ്റ്റിൻ്റെ തിക്നെസ്, അതായത് ലിത്തോസ്ഫിയർ ക്രസ്റ്റിൻ്റെ തിക്നെസ് വളരെ കൂടുതലായിരിക്കും. അപ്പം റീജിയൻ അനുസരിച്ച് ക്രസ്റ്റ് തിക്നെസ് വേരി ചെയ്യും. കോണ്ടിനെൻ്റൽ റീജിയൻസിൽ വളരെ തിക്കസ്റ്റ് ആയിരിക്കും, അതായത് തിക്നെസ് വളരെ കൂടുതലായിരിക്കും. 40 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ക്രസ്റ്റ് തിക്നെസ് കാണപ്പെടാം. എന്നാൽ ഓഷ്യൻ ബേസിൻസിനകത്താണെങ്കിൽ വളരെ തിന്നസ്റ്റ് ആയിട്ടുള്ള ക്രസ്റ്റ് തിക്നെസ് ആയിരിക്കും, അതായത് അബൌട്ട് ഒരു 10 to 12 കിലോമീറ്റേഴ്സ് വരെയൊക്കെ തിക്നെസ് കാണുന്നുള്ളൂ. The uppermost layer of soil on Earth crust is the most important region of lithosphere. It is because the major biological activities occur in this region. It contains organic matter and is the source of producing food for animal and human beings. അപ്പോൾ എർത്തിൻ്റെ uppermost layer of soil of earth crust is the most important region of lithosphere. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീജിയൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ uppermost layer of soil ആണ്. എർത്തിൻ്റെ ഏറ്റവും അപ്പർമോസ്റ്റ് ലെയറിൽ കാണപ്പെടുന്ന സോയിലാണ് ലിത്തോസ്ഫിയറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീജിയൻ എന്ന് പറയും. ഇതിന് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ലിത്തോസ്ഫിയറിലാണ് എർത്തിലെ അല്ലെങ്കിൽ മേജറായിട്ടുള്ള എല്ലാ ബയോളജിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നത് ഈ ഒരു റീജിയനിലാണ്. സോ നമ്മളിപ്പം പ്ലാന്റ് ലൈഫിനെ കുറിച്ചായാലും ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും സോയിൽ എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ലിത്തോസ്ഫിയറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീജിയൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് സോയിലാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെയറിൽ, ഈ ഒരു റീജിയനിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓർഗാനിക് മാറ്റർ, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെയും അനിമൽസിൻ്റെയും ഫുഡ് പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു സോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെസസറി പാർട്ടായിട്ടുള്ള ഓർഗാനിക് മാറ്റർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ ഒരു റീജിയനിലാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. Environmental studies is defined as the scientific study of the environmental system and the status of its inherent or induced changes on organisms. It includes not only the study of physical or biological characters of the environment, but also the social and cultural factors and the impact of man on the environment. അപ്പോൾ ഇതിൽ പറയുന്നത് environmental studies means എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി എൻവയോൺമെൻറ്റൽ സിസ്റ്റം എന്നാണ്. അതായത് എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിനെ കുറിച്ച്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ, ആ ഒരു എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് സയൻറ്റിഫിക്കലി നമ്മൾ നടത്തുന്ന സ്റ്റഡീസിനെയാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓൾസോ അതിനോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റൽ സിസ്റ്റം ഓർഗാനിസംസിൽ ചില ഇൻഹറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തും. അതിൻ്റെ ആ ഒരു ഇൻഹറൻ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ചേഞ്ചസിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചും കൂടെ ഉള്ള സ്റ്റഡിയാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി മാത്രമല്ല അത്. അതിനോടൊപ്പം തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, അതുപോലെ ഒരു റീജിയനിൽ നിലനിൽക്കുന്ന ചില സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് കാണും, അതിൻ്റെയും അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓഫ് മാൻ, ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ഇമ്പാക്റ്റ്, എൻവയോൺമെൻറ്റിൽ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം, അതേപോലെ തന്നെ ഈ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എൻവയോൺമെൻറ്റിൽ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നടത്തുന്ന ഒരു സ്റ്റഡിയാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. എന്തൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ എന്തൊരു കോൺസെപ്റ്റിനും അതിൻ്റേതായിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Creating an awareness about environmental problems among people, imparting basic knowledge about the environment, developing an attitude of concern for the environment. ആദ്യം തന്നെ നമ്മൾ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ച്, ആസ് വി ഓൾ നോ, നമ്മുടെ എൻവയോൺമെൻറ്റ് പലതരത്തിലുള്ള പൊല്യൂഷൻ, അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ, അങ്ങനെ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് നമ്മുടെ എൻവയോൺമെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോബ്ലംസും ഇഷ്യൂസും എന്തൊക്കെയാണെന്ന് ഹ്യൂമൻ ബീങ്സിന്, അതായത് ആ ഒരു പബ്ലിക്കിന് അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ സഹായിക്കും.
അതാണ് അതിൻ്റെ ഒരു പ്രൈം ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ് ഇമ്പാർട്ട് ചെയ്യുക. എന്താണ് എൻവയോൺമെൻറ്റ്, അത് പ്രിസർവ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺസർവ് ചെയ്യേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ബേസിക് നോളേജ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഡെവലപ്പിംഗ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കൺസേൺ, അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കൺസേൺ ഉണ്ടാവും. എല്ലാവർക്കും അവരവരെ കുറിച്ചുള്ളൊരു കൺസേൺ ഉണ്ടാകും. നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസിനെ കുറിച്ച് നമുക്ക് കൺസേൺ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കൺസേൺ വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന, നമുക്ക് വേണ്ടുന്ന എല്ലാ റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ചും നമുക്കൊരു കൺസേൺ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് അതിനും ഒരു ഒബ്ജക്റ്റീവായിട്ട്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. മോട്ടിവേറ്റിംഗ് പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്, അക്വയറിംഗ് സ്കിൽസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, സ്ട്രൈവിംഗ് ടു അറ്റൈൻ ഹാർമണി വിത്ത് നേച്ചർ. അപ്പോൾ പബ്ലിക്കിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക, അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് വെറുതെ വേസ്റ്റ് ഡംപ് ചെയ്യാതിരിക്കുക, അതുപോലെ എൻവയോൺമെൻറ്റിന് പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ഒരു ത്രെട്ടായിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ പബ്ലിക്കിന് കൊടുക്കുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഈ ഒരു സബ്ജക്റ്റ് എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും അതിനൊക്കെ ഒരു സ്കില്ല് വേണം. ആ ഒരു സ്കിൽസിനെല്ലാം അക്യൂർ ചെയ്യാൻ ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഡിസിപ്ലിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സ്ട്രൈവിങ് ടു അറ്റൈൻ ഹാർമണി വിത്ത് നേച്ചറുമായിട്ടൊരു ഹാർമണി, പബ്ലിക്കിന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് ഒരു ഹാർമണി വേണം. അതായത് എൻവയോൺമെൻറ്റ് നമുക്ക് വേണ്ടുന്നത് എല്ലാ റിസോഴ്സസും തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് എൻവയോൺമെൻറ്റിനോട് ഒരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു ഹാർമണിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യുക ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഈ ഡിസിപ്ലിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസാണ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് മേജറായിട്ട് കവർ ചെയ്യുന്നത് 3 ഏരിയാസാണ്: എൻവയോൺമെൻറ്റൽ സയൻസ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്. എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതായത് എൻവയോൺമെൻറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എയർ വരും, വാട്ടർ വരും, സോയിൽ വരും, ലാൻഡ് വരും. ഈ പറയുന്ന എല്ലാ കമ്പോണൻസിൻ്റെ, എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിൻ്റെ എല്ലാ കമ്പോണൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. അത് സ്റ്റഡി ഓഫ് ടെക്നിക്കൽ പ്രോസസ്സാണ്. അതായത് ഇപ്പം പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിലും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഗിവ് ഡ്യൂ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡ്യൂ കൺസിഡറേഷൻ ഫോർ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് ദി എൻ്റർപ്രൈസ്. അതായത് ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ലോഞ്ച് ചെയ്യുമ്പം നമ്മൾ എൻവയോൺമെൻറ്റിന് കൊടുക്കേണ്ട കുറച്ച് ഡ്യൂ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ലാസ്റ്റ് സ്റ്റേജിൽ ക്ലീനിങ് അപ്പ് പ്രോസസ്സ് എന്നല്ലാതെ ഫസ്റ്റ് ഒരു കൊമേഴ്സ്യൽ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ സ്റ്റേജ് തൊട്ട് തന്നെ എൻവയോൺമെൻറ്റിനും ഒരു കൃത്യമായിട്ടുള്ള ഡ്യൂ കൺസിഡറേഷനും കെയറും ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു കൊമേഴ്സ്യൽ പ്രോജക്റ്റിലോ എൻ്റർപ്രൈസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നടത്തുന്ന ആ ഒരു മാനേജ്മെൻറ്റ്, ആ ഒരു പ്ലാനിങ് ആണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൽ പറയുന്നത്. അടുത്ത പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസാണ്. ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ബൈ ബീയിങ് വെൽ അക്വൈൻറ്റഡ് with nature, one can lead a healthy, spiritual and long life. Environmental studies help us to maintain good environment all through in our vicinity. അതായത് നമ്മൾ കൂടുതൽ എൻവയോൺമെൻറ്റുമായിട്ട് മിങ്കിളായാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടും സ്പിരിച്വലായിട്ടും ലോങ് ലൈഫിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ നേച്ചറുമായിട്ട് വെൽ അക്വൈൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ വെൽബീയിങ് മുന്നോട്ട് പോകുന്നതെങ്കിൽ.
അപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് നമുക്ക് എപ്പോഴും ഒരു ഗുഡ് എൻവയോൺമെൻറ്റ് നമ്മുടെ ഹോൾ ലൈഫിൽ നമുക്കൊരു ഗുഡ് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് എൻവയോൺമെൻറ്റ് ആർ ദ ഫോളോയിങ്. ഒരു ഗുഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പം അതിന് ഈ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടുന്നത്. അതായത് പ്യുവർ എയർ. നമ്മുടെ ലൈഫിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എയർ. അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഫോർ ഹ്യൂമൻ ബീങ്സ് ഇറ്റ്സ് ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് എയർ വളരെ പ്യുവർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കുന്ന ഒരു ഗുഡ് എൻവയോൺമെൻറ്റിലാണെന്ന് പറയാൻ പറ്റൂ. അപ്പം ഇമ്പ്യൂരിറ്റീസോ ബാക്ടീരിയാസോ ഒന്നുമില്ലാതെ അൺഡിസൈഡ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ പ്യുവറായിട്ടുള്ള വളരെ ഫ്രീ ഫ്രം അൺഡിസൈഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എയർ വേണം നമുക്ക്. അതായത് ഹാംഫുൾ ഗ്യാസസോ സസ്പെൻഡഡ് മാറ്റേഴ്സോ ഒന്നുമില്ലാതെ വളരെ പ്യുവറായിട്ടുള്ള എയർ ഉണ്ടായിരിക്കണം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ പ്യുവർ വാട്ടർ. അത് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ, എയറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറും വളരെ പ്യുവറും അതുപോലെ തന്നെ ബാക്ടീരിയ ഫ്രീയും ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റു വേറെ ഒരു പൊല്യൂട്ടൻസും ഉണ്ടാവാത്തതായിരിക്കണം. എന്ന് മാത്രമേ അതൊരു ഗുഡ് എൻവയോൺമെൻ്റ് ആണെന്ന് പറയാൻ പറ്റൂ. പ്യുവർ ഫുഡും അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള പെസ്റ്റിസൈഡ്സോ ഇപ്പം വേറെ കെമിക്കൽസോ അങ്ങനെ ഒന്നുമില്ല, വേറെ അഡൾട്ടറേഷൻസോ, അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്യുവർ വാട്ടറിൽ കുക്ക് ചെയ്യണം. അതെല്ലാമാണ് അതിൻ്റെ ഒരു പ്യുവർ ഫുഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്തത് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്ത് എന്ന് പറയുമ്പം നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂട്ടഡ് ആണെങ്കിൽ നമുക്കിനി വേറെ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്തും അതിനകത്ത് അഫക്റ്റഡ് ആവും. അപ്പം പ്യുവർ എയറും പ്യുവർ വാട്ടറും പ്യുവർ ഫുഡും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തും ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ ഈ 4 കമ്പോണൻസും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ഗുഡ് എൻവയോൺമെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. The major goals of environmental studies are to raise the consciousness about environmental conditions, to teach environmentally appropriate behavior, to create an environmental ethic that fosters awareness about the ecological interdependence of economic, social and political factors in a human community and the environment. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനെ കുറിച്ച് പബ്ലിക്കിനെ കോൺഷ്യസ് ആക്കുക. അതുപോലെ തന്നെ എൻവയോൺമെൻ്റലി അപ്രോപ്രിയേറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ പബ്ലിക്കിനെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു എൻവയോൺമെൻറ്റൽ എത്തിക്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എത്തിക്ക് ക്രിയേറ്റ് ചെയ്യുക. ഫോർ വാട്ട് ദാറ്റ് ഫോസ്റ്റേഴ്സ് അവെയർനെസ് ഇക്കോളജിക്കൽ ഇൻ്റർഡിപ്പെൻഡൻസിനെ കുറിച്ച് ഹ്യൂമൻ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റും ആയിട്ടുള്ള ആ ഒരു ഇക്കോളജിക്കൽ ഇൻ്റർഡിപ്പെൻഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ് ഫോസ്റ്റർ ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ എത്തിക്സ് ക്രിയേറ്റ് ചെയ്യുക. പ്രിപ്പയർ ദ നെക്സ്റ്റ് ജനറേഷൻ ടു plan appropriate strategies for addressing issues such as urban sprawl at a local level while still maintaining focus of the challenges that globalization presents on an international level. അതായത് നെക്സ്റ്റ് ജനറേഷനെ കമ്മിങ് ജനറേഷനിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുക. എന്തിനാണ്? അർബൻ സ്പ്രോൾ, അതായത് നഗരവ്യാപനം പോലെയുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ലോക്കൽ ലെവലിൽ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗ്ലോബലൈസേഷൻ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രസൻറ്റ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചും നമ്മൾ എപ്പോഴും ഒരു ഫോക്കസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. Increasing the public awareness and knowledge about environmental issues and provides facts, opinions or the skills to make informed decisions and take environmentally responsible actions. Environmental studiesൻ്റെ മറ്റൊരു ഗോളാണ് പബ്ലിക് അവെയർനെസ്. നമ്മൾ ഒരുപാട് വട്ടം, അതായത് പബ്ലിക്കിനെ കോൺഷ്യസ് ആക്കുക, കണ്ടീഷൻസിനെ കുറിച്ച് കോൺഷ്യസ് ആക്കുക, അവർക്ക് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ബിഹേവിയർ ടീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു പോയിൻ്റാണ് പബ്ലിക് അവെയർനെസ് ഇൻക്രീസ് ചെയ്യുക. അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള അവരുടെ ഒരു നോളേജ്, അവരുടെ ഒരു അവെയർനെസ് ഇൻക്രീസ് ചെയ്യുക. ആൻഡ് പ്രൊവൈഡ്സ് ഫാക്ട്സ്, ഒപ്പീനിയൻസ് ഓർ ദ സ്കിൽസ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ആൻഡ് ടേക്ക് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആക്ഷൻസ്. എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ട്സും ഒപ്പീനിയൻസും അല്ലെങ്കിൽ സ്കിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഒരു മേജർ ഗോളാണ്.
ഇനി പറയുന്നത് നീഡ് ഫോർ പബ്ലിക് അവയർനെസ്. പബ്ലിക്കിനെ നമ്മൾ എന്തിന്, ഫോർ വാട്ട് പർപ്പസ് വി ആർ മേക്കിംഗ് ദം അവെയർ, നമ്മൾ അവരെ അവെയർ ആക്കുന്നതിനുള്ള നീഡ് എന്താണ്? ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു ഇംപ്രൂവ് ദ ഡിറ്റീരിയോറേറ്റഡ് എൻവയോൺമെൻറ്റ് ആൻഡ് they have to take steps to avoid further pollution. Individuals have to involve in the process of improving the environment. അപ്പം ഹ്യൂമൻ ബീയിങ്സിന് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഡിറ്റീരിയറേറ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ട്. ആൻഡ് ദേ ഹാവ് ടു ടേക്ക് സ്റ്റെപ്സ് ടു അവോയ്ഡ്, ഇനി ഫർദർ ആയിട്ടുള്ള പൊല്യൂഷൻ വരാതിരിക്കാനും ഉള്ള സ്റ്റെപ്സ് എടുക്കാൻ അവർ റെസ്പോൺസിബിളാണ്. ഇൻഡിവിജ്വൽസ് ഹാവ് ടു ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ എൻവയോൺമെൻറ്റ്. ഓരോ ഇൻഡിവിജ്വൽസും റെസ്പോൺസിബിളാണ് എൻവയോൺമെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽസും റെസ്പോൺസിബിളാണ്. As mankind is responsible for disturbing the environment, they have to be awakened and made aware to protect the global environment by taking ഫോളോയിങ് ആക്ഷൻസ്. സോ എൻവയോൺമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കുന്നതിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മാൻകൈൻഡ് തന്നെയാണ്, ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. അപ്പം വി ക്യാൻ മേക്ക് ദം അവേക്കൺഡ് ഓർ മേക്ക് ദം അവെയർ ടു പ്രൊട്ടക്ട് ദ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ബൈ ടേക്കിംഗ് ദി ഫോളോയിങ് ആക്ഷൻസ്. ഇനി പറയാൻ പോകുന്ന ഫോളോയിങ് ആക്ഷൻസിലൂടെ അവരെ നമുക്ക് അതായത് ഹ്യൂമൻ ബീങ്സിനെ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനെ നമുക്ക് അവെയർ ആക്കാൻ പറ്റും. ഗ്ലോബൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അവരെ അവെയർ ആക്കാൻ പറ്റും. അത് ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്ന് നോക്കാം. ബൈ പ്രിസർവിങ് ദ ഗ്രീനറീസ്, നമുക്ക് ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ഗ്രീനറീസിനെ പ്രിസർവ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു അവെയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഗ്ലോബൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ നീഡ് എന്താണ്, അങ്ങനെ അവർക്കൊരു അവെയർനെസ് കൊടുക്കാൻ പറ്റും ഗ്രീനറീസിനെ പ്രിസർവ് ചെയ്യുന്നതിലൂടെ. ബൈ നോട്ട് എക്സ്ട്രാക്റ്റിംഗ് അൺനെസസറിലി ദ നാച്ചുറൽ റിസോഴ്സസ് സച്ച് എസ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, മിനറൽസ് എക്സെട്ര. അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ്, നമുക്ക് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണെങ്കിലും മിനറൽസ് ആയാലും അങ്ങനെയുള്ള എല്ലാം നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് തന്നെ തരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസാണ്. അപ്പം അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ട് നമ്മൾ ഈ റിസോഴ്സസിനെ ഒന്നും എക്സ്ട്രാക്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. അതായത് നമുക്കറിയാം റിസോഴ്സസ് ആർ വെരി സ്കേഴ്സ്, പല റിസോഴ്സസും വളരെ സ്കേഴ്സാണ്, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വളരെ കുറവാണ്, പലതും റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, റിന്യൂവബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സസിനെ എല്ലാം വളരെ നമ്മുടെ നീഡിനനുസരിച്ച് മാത്രം എക്സ്ട്രാക്ട് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളത് നമ്മൾ നമ്മുടെ വരും ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് അവെയർനെസ് കൊടുക്കാൻ പറ്റും. ബൈ നോട്ട് കട്ടിങ് ട്രീസ്, അനാവശ്യമായിട്ടാണെങ്കിലും ആവശ്യത്തിനാണെങ്കിലും ഇപ്പം നമ്മൾ മാക്സിമം ഡീഫോറസ്റ്റേഷനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും അഫോറസ്റ്റേഷനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാനും ശ്രമിക്കുക. അതുവഴിയും പബ്ലിക്കിനെ നമുക്ക് അവെയർ ആക്കാൻ പറ്റും. ബൈ നോട്ട് ഹാർനസിങ് ടു മച്ച് എനർജി സച്ചസ് ഫ്രം ബേണിംഗ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്ത് കിട്ടുന്ന പോലെയുള്ള എനർജികൾ ഒരുപാടായിട്ട് ഹാർനസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാടായിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുകയോ യൂസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. അതും നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷന് ഒരു കാരണമാണ്. അപ്പം അത് നമ്മൾ തടയുന്നതിലൂടെ നമ്മൾ പബ്ലിക്കിനെ അവെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ ഫോമുലേറ്റിംഗ് ആൻഡ് ഒബേയിങ് ദ മോറൽ കോഡ്സ് മെൻറ്റ് ഫോർ അച്ചീവിങ് എ ബെറ്റർ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള മോറൽ കോഡ്സിന്, അത് ചിലപ്പം റിട്ടേൺ കോഡ്സ് ആവാം അല്ലെങ്കിൽ അൺറിട്ടേൺ കോഡ്സ് ആവാം, ഏതാണെങ്കിലും ആ ഒരു മോറൽ കോഡ്സിനെ നമ്മൾ ഫോമുലേറ്റ് ചെയ്യും. ഇപ്പം ഇൻ കേസ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള മോറൽ കോഡ്സ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മോറൽ കോഡ്സിനെ നമ്മൾ ഫോമുലേറ്റ് ചെയ്യുകയും അത് എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒബേ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അതുവഴി നമുക്ക് പബ്ലിക്കിനെ ഒരു അവെയർനെസ് കൊടുക്കാനും പറ്റും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച്. സോ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക്, നീഡ് ഫോർ പബ്ലിക് അവെയർനെസ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും ചെറിയ മൊഡ്യൂളാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആണ് എന്നാണ് വിശ്വാസം. താങ്ക് യു.